നമസ്കാരം. അതിരൂക്ഷമായ ഭാഷയിലാണ് ABC ചാനലിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഡോക്ടർ അരുൺകുമാറിനെയും മറ്റും വിമർശിച്ചത്. ഈ ചാനലിൻ്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പുള്ളി കാണിക്കുന്ന ഓരോ കോമാളിത്തരങ്ങൾ, കോപ്രായങ്ങൾ കണ്ടാൽ സത്യം പറഞ്ഞ ഈ മാപ്പറകളെയൊക്കെ നമുക്ക് മുരുക്കുമ്പത്തിൽ വെട്ടി അടിക്കുന്നു. ഇവരൊക്കെ മാധ്യമ പ്രവർത്തകനെന്ന് പറയുന്നത് മാധ്യമ ലോകത്തിന് അവമാനമാണ്. ഇത്രയും ആഭാസന്മാരാണ്, ഇത്രയും വൃത്തികെട്ടവന്മാരാണ്, ഇത്രയും താഴ്ത്തവന്മാരാണ് ഈ ചാനൽ പ്രവൃത്തിയും കൊണ്ടെടുക്കുന്നത്. ഇതിന് മാധ്യമ പ്രവർത്തനം എന്നല്ല, മാധ്യമ വ്യഭിചാരം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ പഞ്ചാരയടിച്ച് മാർക്ക് റേറ്റിംഗ് ഉയർത്താൻ ശ്രമിച്ച ഡോക്ടർ അരുൺകുമാറിൻ്റെ അതിബുദ്ധിക്കെതിരെയുള്ള ഒരു പൊതുവികാരത്തിൻ്റെ പ്രകടനമാണിത്. വലിയ തോതിൽ കേരളീയ സമൂഹം ഞെട്ടിത്തരിച്ചുപോയി. പക്ഷെ ഒരക്ഷരം പോലും അരുൺകുമാറോ അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ സംഘമോ ഇതേവരെ അതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ആ വീഡിയോ അവർ പിൻവലിച്ചു. പക്ഷെ പിന്നീട് ഈ വീഡിയോ വലിയ വിവാദമാവുകയും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും വലിയ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തിട്ടും റിപ്പോർട്ടർ ചാനൽ എഡിറ്റേഴ്സ് അവരിൽ അടക്കം ഇതേക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അവരെ ബോധപൂർവം ഓടിയൊളിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ട് അതുകൊണ്ട് എന്ത് ഗുണം എന്നാരും ചോദിക്കരുത്. കാരണം ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനും പ്രതികളെ രക്ഷിക്കാനുമുള്ള ഒരു നീക്കമാണ്. വാസ്തവത്തിൽ ബോബി ചെമ്മണ്ണൂർ ചെയ്തതിനേക്കാൾ അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ഡോക്ടർ അരുൺകുമാറും സംഘവും ചെയ്തത്. പ്രേക്ഷകരിൽ പലരും ആ വീഡിയോ കണ്ടു കാണും. അത് പ്രചരിപ്പിക്കുന്നത് നിയമവിരുദ്ധമായതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഒരു 10, 12, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി, മലപ്പുറത്തുള്ളൊരു മുസ്ലിം പെൺകുട്ടി, അതിസുന്ദരിയാണ്. ആ പെൺകുട്ടി മണവാട്ടിയായി വേഷമിടുന്നു. ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ ഈ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ 10, 35 വയസ്സെങ്കിലും കാണും, മയങ്ങിപ്പോകും. അയാൾ കണ്ടിട്ട് ആ പെൺകുട്ടിയോട് പഞ്ചാരയടിക്കുകയാണ്. എല്ലാം മതിമറന്ന് ഒരു പ്രത്യേകതരം ലഹരിയിൽ അയാൾ പഞ്ചാരയടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ. എന്നിട്ട് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുന്നു, ഇയാൾ അങ്ങോട്ട് നോക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രേമപ്പാട്ടും ഇടുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചു. പെൺകുട്ടി തിരിഞ്ഞു നോക്കിയത് നീ പാവം കൊച്ചിനെ അറിയില്ല. കൊച്ചിനോട് അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞു, കൊച്ചു അഭിനയിച്ചു. ഇവന്മാരെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് തുന്നിക്കൂട്ടിയാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. പെങ്കൊച്ചിനോട് ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞു, പെങ്കൊച്ച് നടന്നു. ചിരിക്കാൻ പറഞ്ഞു, ചിരിച്ചു. അങ്ങോട്ട് പോകാൻ പറഞ്ഞു, അങ്ങോട്ട് പോയി. അങ്ങനെ ആ പെങ്കൊച്ചിനെ കൊണ്ട് വേഷം കെട്ടിച്ച് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറെ പ്രേമിച്ചതാണ് എന്ന തരത്തിൽ, എന്ന ധ്വനിയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയും ലൈംഗിക തമാശ പറഞ്ഞ് ആസ്വദിക്കുന്നത് പോലെ അരുൺകുമാറും സംഘവും അത് പറഞ്ഞ് ആസ്വദിക്കുകയും ചെയ്ത മാധ്യമരംഗത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് പുറത്തു വന്ന് വലിയ ചർച്ചയായപ്പോഴേക്കും അരുൺകുമാറിനെയും സംഘത്തെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്. കാരണം ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നതോടുകൂടി മറ്റ് കേസിൻ്റെ സ്കോപ്പ് ഇല്ലാതാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കേണ്ടതാണോ? റിപ്പോർട്ടർ ചാനൽ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കേണ്ടതാണോ? അല്ല എന്നതാണ് സത്യം. ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. പണ്ട് ഏഷ്യാനെറ്റുകാരെ അവരുടെ ഒരു ജീവനക്കാരിയുടെ കുഞ്ഞിനെ പ്രതീകാത്മകമായി ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ ദൃശ്യം പകർത്തി എന്നതിൻ്റെ പേരിൽ പോക്സോ കേസെടുത്ത് ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് മുഴുവൻ കടന്നു കയറി ഏഷ്യാനെറ്റിന് സിന്ധു സൂര്യകുമാർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ വെപ്രാളപ്പെട്ട പോലീസാണ്. പക്ഷേ ഇതുവരെ പോലീസ് അനങ്ങിയിട്ടില്ല. യാതൊരു വിധത്തിലും പോലീസ് അരുൺകുമാറിനെതിരെ FIR ഇടാനോ കേസെടുക്കാനോ അനങ്ങിയിട്ടില്ല. ഈ ഒരു ബോബി ചെമ്മണ്ണൂരിനോട് കാട്ടിയ ആവേശത്തിൻ്റെ ഒരു അല്പമെങ്കിലും വാസ്തവത്തിൽ അരുൺകുമാറിനോട് സംഘത്തോടും കാട്ടേണ്ടതാണ്. അത് ഈ റിപ്പോർട്ടർ ചാനലും CPM-ഉം തമ്മിലുള്ള ഒരു പ്രത്യേകതരം ബന്ധമുണ്ട്. മുട്ടിൽ മരമുറി അടക്കം, മാങ്ങാ ഫോൺ അടക്കമുള്ള ഒരുപാട് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണ് റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ. അവരെ സംരക്ഷിക്കാൻ സർക്കാർ ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു വാർത്ത കണ്ടു, നാഷണൽ ഗെയിംസിലേക്കുള്ള കേരള ടീമിനെ പരിശീലിപ്പിക്കാൻ ഇവിടെ പൈസയില്ല. പക്ഷേ 100 കോടി രൂപയാണ് റിപ്പോർട്ടർ ചാനലിനെ നേതൃത്വം കൊടുത്തുകൊണ്ട് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി അവർ ഏർപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ ഇടപാടുകൾക്കും ചുക്കാൻ പിടിക്കുന്നത് വാസ്തവത്തിൽ റിപ്പോർട്ടർ ചാനലാണ്. അങ്ങനെ അവിഹിത ബന്ധത്തിൻ്റെ തുടർച്ചയായി അവർ മുമ്പോട്ട് പോവുകയാണ്. ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ അതുകൊണ്ട് കേസ് പിടിക്കും. പക്ഷേ നീതിബോധമുള്ള ചില മനുഷ്യരൊക്കെ രംഗത്തുണ്ട്. അതിൽ ഒരാൾ ഒരു പരാതി കൊടുത്തിരിക്കുന്നു, പോക്സോ കേസ് എടുക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട്. പരാതിയിൽ ഇങ്ങനെ പറയുന്നു. പരാതി കൊടുത്തിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ശ്രീരാജാണ്. DGPക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. എതിർകക്ഷികൾ നികേഷ് കുമാർ ആണ് 1-ാം പ്രതി, 2-ാം പ്രതി ആൻഡോ അഗസ്റ്റിൻ, 3-ാം പ്രതി അരുൺകുമാർ, 4-ാം പ്രതി ഷഹബാസ്, 5-ാം പ്രതി റഷീദ്, 6-ാം പ്രതി സുജിയ പാർവതി. ഇങ്ങനെ 6 പേരെയാണ് അവർ പ്രതികൾ ആക്കിയിരിക്കുന്നത്. ആ പരാതി ഇങ്ങനെ പറയുന്നു. ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയും 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മാതാവുമാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ 7 മണിക്ക് തുടങ്ങിയ മലപ്പുറത്ത് നിന്നുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ന്യൂസ് പരിപാടിയുടെ മധ്യേ ഒരു ഒപ്പന ടീമുമായി ചേർന്ന് ഒരു പരിപാടി കാണാൻ ഇടയായി. 4-ാം പ്രതി നടത്തിയ ഈ പരിപാടിയിൽ ഒപ്പന ടീമിൻ്റെ മണവാട്ടിയായി വേഷം ധരിച്ച പെൺകുട്ടിയുമായി 4-ാം പ്രതി നടത്തുന്ന സംഭാഷണങ്ങളും 4-ാം പ്രതിയുടെ ആത്മഗതങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് താഴെ പറയും പ്രകാരമാണ്.
ഷഹബാസ് എന്താ പേര്? കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഷഹബാസ് എവിടുന്നാ വരുന്നേ? കുട്ടി മലപ്പുറം. ഷഹബാസ് കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട്. കുട്ടി ഞങ്ങളുടെ പരിപാടി കണ്ടിരുന്നോ? ഷഹബാസ് നിങ്ങളുടെ പരിപാടി അടിപൊളിയായിരുന്നു. ഇതിനു മുന്നേ ഒപ്പന കളിച്ചിട്ടുണ്ടോ? കുട്ടി ആം. ഷഹബാസ് അതിലും മണവാട്ടി തന്നെയായിരുന്നു. കുട്ടി ആം. ഷഹബാസ് എന്തായാലും നിങ്ങൾ നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. മറ്റൊരാൾ നിങ്ങൾ ആരെ നോക്കി നിൽക്കുക? വേഗം നടക്ക്. എൻ്റെ നെഞ്ചിൽ എന്തോ ഒന്ന് വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തേക്ക് വന്നു നിന്നതുപോലെ. ഇതാണ് ആ വീഡിയോയിലെ സംഭാഷണം. മേൽപ്പറഞ്ഞ സംഭാഷണ ശകലങ്ങൾ കൂടിയുള്ള 1 മിനിറ്റിൽ അടുത്ത് വരുന്ന ഈ വീഡിയോ ശകലം റിപ്പോർട്ടർ ന്യൂസ് ചാനൽ വഴി സംപ്രേഷണം ചെയ്തതാണ് ഞാൻ കാണാൻ ഇടയായത്. അതിൻ്റെ കൂടെ 3ഉം 4ഉം പ്രതികൾ ചേർന്ന് നടത്തിയ ഒരു സംഭാഷണ ശകലവും കണ്ടിരുന്നു. അതിൽ ഇപ്രകാരമാണ് 3ആം പ്രതി ദ്വയാർത്ഥത്തിൽ ഉന്നയിക്കുന്ന ചോദ്യവും അതിനുശേഷം പറഞ്ഞ പ്രസ്താവനയും. ശരിക്കും 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാതാവെന്ന നിലയിൽ എന്നെ ഞെട്ടിച്ചതാണ്. അരുൺ, ഷഹബാസ് ആ ഒപ്പന പെൺകൊച്ചിനെ പിന്നെ കണ്ടിരുന്നോ? ഷഹബാസ് ഇല്ല പിന്നെ കണ്ടില്ല. അരുൺ, കാണാതിരിക്കുന്നതിന് ആ കുട്ടിക്കും നിങ്ങൾക്കും നല്ലത്. റഹീസ്, ഷഹബാസിനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. കൂടാതെ 5/1/2020 സംപ്രേഷണം ചെയ്ത മറ്റൊരു വീഡിയോയിൽ 4ആം പ്രതി ഒപ്പനയിൽ പങ്കെടുത്ത ഒരു കുട്ടിയോട് ലൈംഗിക വൈകൃതത്തോടെയുള്ള ദ്വയാർത്ഥത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതും കാണാനിടയായി. അത് താഴെ പറയും പ്രകാരമാണ്. റഹീസ്, നിങ്ങൾ ഏതാ സ്കൂൾ? പെൺകുട്ടി, ഞങ്ങൾ SNDP സാംസ്കൃതിക് എച്ച്യൂസ് വള്ളക്കുന്നം. റഹീസ്, അതിനു മുൻപ് നിങ്ങളുടെ സ്കൂളിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനോ A ഗ്രേഡോ മറ്റോ കിട്ടിയിട്ടുണ്ടോ? പെൺകുട്ടി, ആ കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. റഹീസ്, എന്താണ് ആ മണവാട്ടിയുടെ മണവാളനെ പറ്റിയുള്ള സ്വപ്നം? പെൺകുട്ടി, പ്രത്യേകിച്ച് സ്വപ്നമൊന്നുമില്ല. റഹീസ്, അത് ചോദിച്ചപ്പോൾ തന്നെ നാണം വന്നോ? എങ്കിലും പെൺകുട്ടി, അങ്ങനെയൊന്നുമില്ല. റഹീസ്, വീട്ടുകാരൊക്കെ കണ്ടാൽ ആകെ അലമ്പാകും അല്ലേ? സുജയ, അതാണ്, സ്വപ്നമൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്വപ്നം പറഞ്ഞാൽ ചിലപ്പോൾ അലമ്പാകാനുള്ള സാധ്യതയുണ്ട്. റഹീസിൻ്റെ ആ സ്വപ്നം പോലെ അന്നയെ കിട്ടി. അതുപോലെ ആ പെൺകുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. താങ്ക് യു റഹീം, ഒപ്പന അപ്ഡേറ്റിന്. 18 വയസ്സിന് താഴെ പ്രായമുള്ള സ്കൂൾ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവ വേദിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വന്ന 3 മുതൽ 6 വരെയുള്ള പ്രതികൾ ചേർന്ന് നടത്തിയ ഈ മേൽപ്പറഞ്ഞ വീഡിയോ ഷൂട്ടിങ്ങും അതേ തുടർന്നുള്ള ചർച്ചയും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണ ആക്ട് 2012 അത് പോക്സോ ആക്ട് വിരുദ്ധമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്കൂൾ യുവജനോത്സവത്തിൽ സുരക്ഷിതത്വം ഉറപ്പിച്ചുകൊണ്ട് പ്രതീക്ഷിച്ച കുട്ടികളെ പരിപാടിയിൽ പങ്കെടുക്കാൻ അയക്കുന്ന അച്ഛനമ്മമാർ പ്രതീക്ഷിക്കുന്ന സുരക്ഷയ്ക്ക് വിരുദ്ധവും പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ്. ഇത്തരം ലൈംഗിക വൈകൃതമുള്ള 3 മുതൽ 6 വരെയുള്ള കുട്ടികൾ പ്രതികളുടെ മേൽ പറഞ്ഞ പ്രവർത്തികൾ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങളോട് ലൈംഗിക ചുവയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, TV-യിൽ കൂടി സംപ്രേഷണം ചെയ്യുക തുടങ്ങിയ പോക്സോ ആക്ട് പ്രകാരം കുറ്റകൃത്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയോടെ 4ആം പ്രതിക്ക് പ്രണയമുണ്ടായി എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഗദ്ഗതത്തോടു കൂടിയുള്ള പരിപാടിയും ആ പെൺകുട്ടിയോടും മറ്റൊരു പെൺകുട്ടിയോടും നടത്തിയ ലൈംഗിക വൈകൃതത്തോടു കൂടിയ സംഭാഷണങ്ങളും 4ആം പ്രതിയും ഒപ്പന ഗ്രൂപ്പിലെ കുട്ടിയുമായ പ്രണയമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധം 3ആം പ്രതിയുടെ സംഭാഷണവും പോക്സോ ആക്ട് സെക്ഷൻ 13 പ്രകാരം കുറ്റകരമാണ്. പ്രതികൾ സംപ്രേഷണം ചെയ്ത വീഡിയോകൾ മൈനറായ കുട്ടിയുടെ ആഭാസവും അശ്ലീലവും പ്രദർശനവുമാണെന്ന് ഉള്ളതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ മേപ്പടി വീഡിയോയുടെ ചിത്രീകരണവും സംപ്രേഷണവും പ്രതികളുടെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയാണ് എന്ന് 4ആം പ്രതിയുടെ ആത്മഗതത്തിൽ നിന്നും 3ആം പ്രതിയുടെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ നിന്നും വ്യക്തമാണ്. കൂടാതെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക് മണവാളനെക്കുറിച്ച് ധാരാളം സ്വപ്നങ്ങളുണ്ടാവുമെന്നും അവർ അത് പങ്കുവയ്ക്കാത്തതിൽ വീട്ടുകാരെ ഭയന്നാണെന്നും 5ആം പ്രതിയുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയതുപോലെ പ്രായപൂർത്തിയാകാത്ത വീഡിയോയിൽ കാണിക്കാൻ പെൺകുട്ടിക്കും അവളുടെ ആഗ്രഹം സാധിക്കട്ടെ എന്നും 6ആം പ്രതി വീഡിയോയുടെ കൂടെ നടത്തിയ സംഭാഷണത്തിൽ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി അശ്ലീല കാര്യങ്ങൾ കുട്ടിയെ ഉപയോഗിക്കുന്ന കുറ്റകരമാണ്. വാദി നടത്തിയ അന്വേഷണത്തിൽ 1ആം പ്രതി ഇൻഡോ ഏഷ്യ ന്യൂസ് എന്ന പേര് റിപ്പോർട്ട് പിന്നെ പ്രതികളെക്കുറിച്ചാണ്. എന്നിട്ട് ഒടുവിൽ ഇങ്ങനെ പറയുന്നു, ഈ പരാതി പോക്സോ ആക്ട് പ്രകാരമുള്ള ഒരു പ്രഥമ വിവരമായി കണക്കാക്കി പ്രതികൾക്കെതിരെ പോക്സോ ആക്ട് 13, 14 പ്രകാരം ചെയ്ത കുറ്റകൃത്യത്തിനെതിരായി ക്രൈം രജിസ്റ്റർ ചെയ്ത് വേണ്ട ശിക്ഷാവിധി ഉണ്ടായി കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. മേൽപ്പറഞ്ഞ വീഡിയോ ക്ലിപ്പുകൾ ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നു. ശ്രീരാജ. വളരെ ഗൗരവമായ ഒരു പരാതിയാണ്, വിശദമായി തന്നെ പഠിച്ചിട്ടുള്ള പരാതിയാണ്. ഇതിൽ പോക്സോ കേസ് എടുക്കാൻ പോലീസ് നിർബന്ധിതരാകും. പ്രത്യേകിച്ചൊരു ഹൈക്കോടതി അഭിഭാഷകയാണ് പരാതിയുമായി മുമ്പോട്ട് പോയിരിക്കുന്നത്. ഈ കേസിൽ പോക്സോ എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായി അവർ കോടതിയെ സമീപിക്കും, കോടതി കേസെടുക്കാൻ പറയും. പോലീസ് മാനം രക്ഷിക്കാൻ നല്ലത് ഇപ്പോൾ തന്നെ പോക്സോ കേസെടുത്ത് തടി തപ്പുന്നതാണ്. എന്തായാലും നിങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ അതെടുത്താൽ അത്രയും നല്ലത്. കാരണം റിപ്പോർട്ടർ ചാനൽ സംഘം അങ്ങേയറ്റത്തെ വൃത്തികേടാണ് കാട്ടിയിരിക്കുന്നത്.